ദൂരദർശൻ്റെ OTT ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇനി OTT ഈ സിനിമ ഒക്കെ കാണാൻ വേണ്ടി ദൂരദർശൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. വേവ്സ് എന്നാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ദൂരദർശൻ്റെ ചാനലുകളും അതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് റേഡിയോ ലൈവായിട്ട് നമുക്ക് റേഡിയോ കേൾക്കാനും നമുക്ക് ഈ ആകാശവാണി ഈ ദൂരദർശൻ്റെ ഈ OTT ആപ്ലിക്കേഷൻ വഴി നമുക്ക് കഴിയും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ചോദിക്കുന്ന പെർമിഷൻ കൊടുക്കുക. പെർമിഷൻ കൊടുക്കുന്നത് ഇതേപോലെ നമുക്ക് ദൂരദർശൻ്റെ അതേപോലുള്ള സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളിതിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ മലയാളമൊക്കെ നമുക്ക് കൂടുതലായിട്ട് വരുന്ന ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. നമുക്ക് മലയാളം നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്യുക. 7594996276 മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കും. OTP നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിതിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിതിൽ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആവുന്നതായിട്ട് കാണാം. ലൈവ് കാണാം. ഇതിൽ ഞാൻ മലയാളം കൊടുത്തതുകൊണ്ട് ഞാൻ മലയാളത്തിലായിട്ട് ഇതിലെ എല്ലാ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ പല മൂവീസും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇതുപോലെ പല മൂവീസും ഇപ്പോൾ മലയാളമൊക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത് ആക്റ്റീവ് ആയതേ ഉള്ളൂ. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് TV ചാനലുകൾ നമുക്ക് ദൂരദർശനിലൊക്കെ ഒരുപാട് TV ചാനലുകൾ നമുക്കിതിൽ കാണാം. ഫ്രീ ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഷോപ്പിംഗ് നമുക്കിതിൽ ഷോപ്പിംഗ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് റേഡിയോ കാണാം. ഇത് റേഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റേഡിയോ ലൈവായിട്ട് ഇപ്പോൾ ഹിന്ദി മാത്രമേ ഉള്ളൂ. മലയാളമൊക്കെ വരുന്ന FM ഗോൾഡ് ഹിന്ദി ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലൈവായിട്ട് റേഡിയോ കേൾക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തേക്കുക. ദൂരദർശൻ്റെ OTT സിനിമ കാണാനുള്ള ആപ്ലിക്കേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.